കഴിഞ്ഞാണ് നമ്മൾ ചെയ്ത ഫേസ്ബുക്കിന്റെ റിയാക്ഷൻ വീഡിയോ ബാക്കിയായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് മസ്റ്റായിട്ട് കാണണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ പേരൻസ് മസ്റ്റായിട്ട് കാണേണ്ട ഒരു വീഡിയോ ആണ്. പ്രത്യേകിച്ച് അമ്മമാർ ഇത് കാണണം. ഇത് എത്ര പേര് കാണും എന്നറിയത്തില്ല, എന്നാൽ കാണുന്നവർ മാക്സിമം ഇത് മറ്റുള്ളവരിലോട്ട് എത്തിക്കുക. കാരണം നമ്മൾ അത്ര ഒരു മോശപ്പെട്ട ഒരു സമൂഹത്തിലാണ്, അല്ലെങ്കിൽ മോശപ്പെട്ട ആൾക്കാരുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ അധികം ലാഗടിപ്പിക്കുന്നില്ല, നമുക്ക് ആ വീഡിയോയിലോട്ട് പോകും. ആദ്യം തന്നെ ഞാനൊരു മെസ്സേജാണ് കാണിക്കുന്നത്. അപ്പോൾ ആകെ ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് ഈ ഒരു മെസ്സേജ് മാത്രമേ നമുക്ക് വന്ന, അതായത് നമ്മുടെ മെയിൽ അക്കൗണ്ടിലോട്ട് വന്ന, നമ്മൾ ക്രിയേറ്റ് ചെയ്ത നമ്മുടെ മെയിൽ അക്കൗണ്ടിലോട്ട് വന്ന ഒരു മെസ്സേജ് മാത്രമേ ഞാൻ ഇവിടെ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ആ മെസ്സേജ് ഞാൻ വായിക്കുന്നില്ല, നിങ്ങൾ കണ്ട് വായിച്ച് അതെന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ ആ മെസ്സേജ് നോക്കുക. ഇവനൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. സ്വന്തം അമ്മയാണ് ഇല്ലേ സ്വന്തം പെങ്ങളാണ് എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഇവനെയൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് നല്ല ദേഷ്യം വരും, നല്ല കൊല്ലാനുള്ള ദേഷ്യം വരും. അപ്പം എല്ലാവരും കരുതും ഈ ഒരു മെസ്സേജിനെ വെച്ച് നമുക്ക് എല്ലാവരും അളക്കാൻ പറ്റത്തില്ല, ഇല്ലെങ്കിൽ എല്ലാവരും ഇങ്ങനെയാണെന്ന് പറയാൻ പറ്റത്തില്ല എന്ന് പറയും. അപ്പം ഞാനൊരു ഗ്രൂപ്പ് കാണിച്ചു തരാം. അപ്പോൾ ആ ഗ്രൂപ്പിലെ മെയിൻ പരിപാടി എന്തൊക്കെയാണ് നമ്മളിപ്പോൾ ഒന്ന് കണ്ടു നോക്കാം. ഈ ഗ്രൂപ്പുകളിൽ ഇതിൽ ആരുടെയൊക്കെ പെങ്ങന്മാർ, ഇല്ലെങ്കിൽ ആരുടെയൊക്കെ ചേച്ചി, ഇല്ലെങ്കിൽ സ്വന്തം അനിയത്തിമാർ, ഇല്ലെങ്കിൽ സ്വന്തം അമ്മമാരുടെ ഫോട്ടോ വരെ ഇങ്ങനെ ഷെയർ ചെയ്ത്, ഇല്ലെങ്കിൽ സ്വന്തം വൈഫിൻ്റെയൊക്കെ വരെ ഫോട്ടോ ഷെയർ ചെയ്ത് മറ്റുള്ളവരെ കാണിച്ച് ആനന്ദം കൊള്ളിക്കുന്ന ഒരു പരിപാടിയാണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ടുള്ളത്. ഇതൊരു 2-3 ആൾക്കാരല്ല, ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇതൊക്കെ ഫോളോ ചെയ്യുന്നത്, ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്. അത് ചിലപ്പോൾ നമ്മുടെ കൂടെ ഉള്ളവരായിരിക്കും, നമ്മുടെ കൂടെ ഇരിക്കുന്നവരായിരിക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർ തന്നെ ആയിരിക്കാം. ഇനി നമുക്ക് ഈ ഗ്രൂപ്പിൽ വരുന്ന കുറച്ച് ചാറ്റും കൂടെ നോക്കാം. ഇതിൽ മെയിനായിട്ട് ചിലപ്പോൾ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയോ, ഇല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിൽ നിന്നൊക്കെ തന്നെ എടുക്കുന്ന കുറേ പെൺപിള്ളേരുടെ ഫോട്ടോ, ഇല്ലെങ്കിൽ സ്വന്തം വീട്ടിലുള്ളവരുടെയൊക്കെ മെയിനായിട്ട് അതിനൊന്നും ആർക്കും ഒരു മടിയില്ല. സ്വന്തം വീട്ടിലുള്ളവരുടെ ഫോട്ടോ ചിലപ്പോൾ ജസ്റ്റ് ഒരു ഇമോജി വെച്ച്, ബോഡി മാത്രം കാണിച്ചുകൊണ്ട് ഇമോജി വെച്ചുള്ള ഒരു ഫോട്ടോ അയച്ച് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ മെയിൻ ഒരു പരിപാടി എന്ന് പറയാനായിട്ട്. അപ്പോൾ എനിക്ക് ഗേൾസിനോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എത്ര നാൾ തൊട്ട് അറിയാമെങ്കിൽ എത്ര അടുപ്പമുള്ള ആൾക്കാരാണെങ്കിൽ പോലും മറ്റുള്ളവരുടെ ഫോണിൽ ഫോട്ടോ എടുക്കുന്നത് കുറയ്ക്കുക. വേറൊന്നും കൊണ്ടല്ല, ഇല്ലെങ്കിൽ നാളെ ചിലപ്പോൾ ഇത് നിങ്ങളുടെ ഫോട്ടോ ആയിരിക്കും ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളിൽ സംസാരം. അപ്പം അതുകൊണ്ട് ആ ഒരു കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അടുത്തതെന്ന് പറയാനായിട്ട് നമുക്കൊരു ഗ്രൂപ്പിൽ വന്നൊരു വീഡിയോ ആണ്. അത് വേറൊരു വീഡിയോ ഒന്നുമല്ല, വേറൊരുത്തന് കിട്ടിയ വീഡിയോ കോൾ അവനത് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് ഈ ഗ്രൂപ്പിൽ ഇട്ടേക്കുക. അപ്പോൾ ആ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വന്തം വൈഫ് ഇരിക്കുന്നത് വേറൊരുത്തന് കാണിച്ചു കൊടുത്ത്, അതും വീഡിയോ കോളിലൂടെ വേറൊരുത്തന് കാണിച്ചു കൊടുത്ത് അവൻ അവിടെ ഇരുന്ന് കൈക്രിയ ചെയ്യുന്നത് കണ്ട് ആസ്വദിക്കുന്നൊരു ഭർത്താവ്, എന്താ പറയണ്ടേ, ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കുന്ന ഒരു ഒത്തൊരുമയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇതിൽ കൂടുതലും സ്വന്തം പെങ്ങൾ, ഇല്ലെങ്കിൽ സ്വന്തം അമ്മമാർ, ഇല്ലെങ്കിൽ സ്വന്തം വൈഫ്, ഇവരെയൊക്കെയാണ് ഇവന്മാർ കൂടുതൽ ഇടുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ഓർക്കണം, ഒന്നില്ലെങ്കിൽ നിങ്ങളെ 10 മാസം ചുവന്ന് വെറ്റൊരമ്മയാണ്, ഇല്ലെങ്കിൽ നിങ്ങളുടെ കൊച്ചുനാൾ മുതൽ കൂടെ ഉണ്ടായിരുന്ന ഒരു പെങ്ങളാണ്, അല്ലെങ്കിൽ സ്വന്തം ചോരയാണ്, ഇല്ലെങ്കിൽ നിങ്ങളെ വിശ്വസിച്ച് വന്ന ഒരു പെണ്ണാണ് നിങ്ങളുടെ കൂടെ ഉള്ളതെന്നുള്ളൊരു ബോധമെങ്കിലും നിങ്ങൾക്ക് വേണം. ഇത് കാണുന്നത് ഒരു അമ്മയാണെങ്കിലും ഒരു പെങ്ങളാണെങ്കിലും ഒരു വൈഫാണെങ്കിലും ശരി, കൂടെയുള്ള ഒരാൾ, ഇല്ലെങ്കിൽ അത് മകനാണെങ്കിലും അനിയനാണെങ്കിലും ചേട്ടനാണെങ്കിലും സ്വന്തം അച്ഛനാണെങ്കിലും ഹസ്ബൻഡാണെങ്കിലും അവരെങ്ങനെയാണെന്ന് ഒന്ന് നല്ല രീതിയിലൊന്ന് വിലയിരുത്തുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അവരെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് എന്തുകൊണ്ടും നിങ്ങളുടെ സേഫ്റ്റിക്ക് നല്ലതാണ്. ഇനി നമുക്ക് കുറച്ച് സ്റ്റോറി കാണാം. സ്റ്റോറി എന്ന് പറയാനായിട്ട് നല്ല കുറച്ച് സ്റ്റോറി കാണാം. ഇതിനൊക്കെ എന്താ പറയണ്ടേന്ന് ഒരു ഐഡിയ ഇല്ല. ഞാൻ കഴിഞ്ഞ വീഡിയോക്കകത്ത് പറഞ്ഞായിരുന്നു ഈ വീഡിയോ എങ്ങനെ തുടങ്ങണമെന്ന് പോലും അറിയത്തില്ലെങ്കിൽ അത് പറഞ്ഞാൽ എങ്ങനെ പറയണ്ടേന്ന് എനിക്ക് അറിയത്തില്ല എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ഗ്യാപ്പ് എടുത്ത് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ കുറച്ചും കൂടെ എന്തൊക്കെയാണ് ഇതിൻ്റെ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി തന്നെയാണ് ഇത്രയും ഒരു ഗ്യാപ്പ് എടുത്ത് നമ്മൾ ഈ വീഡിയോ ചെയ്യേണ്ടി വന്നത്. ഇവരോടൊന്നും പോയി നിനക്കൊന്നും അമ്മയും പെങ്ങന്മാരില്ലേടാന്ന് ചോദിക്കാൻ പോലും പറ്റത്തില്ല. ചോദിച്ചു കഴിഞ്ഞാൽ ഇമാര് ചോദിക്കും, വേണമെങ്കിൽ ഇമാര് നമ്മളോട് ചോദിക്കും വേണമെന്ന് ചോദിക്കും. അങ്ങനെയുള്ള ഒരു ആൾക്കാരാണ് ഇതിൻ്റെ അകത്ത് കൂടുതലുള്ളത്. ഒരു സ്ഥലത്ത് വെച്ച് തന്നെ പല രീതിയിലെടുത്ത ഫോട്ടോസ് വരെ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടാൽ അറിയാം അത് അത്ര അടുപ്പമുള്ള ആൾക്കാർ, ഇല്ലെങ്കിൽ അത്രയും
എന്താ പറയുക, സ്വാതന്ത്ര്യമായിട്ട് ഒരു വീട്ടിലോട്ട് കയറി ചെല്ലാവുന്ന ഒരാൾക്കാരൊക്കെയാണ് ഇതിൻ്റെ അകത്ത് കൂടുതലും ഇവരുടെ ഫോട്ടോയൊക്കെ മിസ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഒരു കപ്പിൾ ഫ്രണ്ട്ലി ഗ്രൂപ്പ് കാണാം നമുക്ക്. മെസ്സേജ് നോക്കാം നമുക്ക്. സ്വന്തം ലവേഴ്സിൻ്റെ ഫോട്ടോ, സ്വന്തം ലവേഴ്സിൻ്റെ ഫോട്ടോസ്, അതും എൻ്റെ അടുത്ത് ന്യൂഡ് ഫോട്ടോയുണ്ട്. ആ ഫോട്ടോസ് മറ്റുള്ളവരുടെ ഒരു ഗ്രൂപ്പ്, അല്ലെങ്കിൽ ഒരുപാട് ആൺപിള്ളേരുള്ള അല്ലെങ്കിൽ ഒരുപാട് ബോയ്സ് ഉള്ള ഒരു ഗ്രൂപ്പിൽ കൊണ്ടിടുകയും അതിനെപ്പറ്റി പറയുകയും, അത് എല്ലാവരും ഇതിനകത്തുള്ള എല്ലാവരും അങ്ങനെ തന്നെയാണ്, എല്ലാവരും അങ്ങനെ ഷെയർ ചെയ്യുന്നുണ്ട്. ഇതിൽ കൂടുതലും ഓൺലൈൻ ലവേഴ്സാണ്. ഇന്നലെ മെസ്സേജ് അയച്ച് ഇന്ന് സെറ്റായി നാളെ ഫോട്ടോ അയച്ചു കൊടുക്കുന്നവരുടെയൊക്കെ എല്ലാ ഫോട്ടോയും ഇതിൻ്റെ അകത്തുണ്ട്. ഇപ്പം ഈ ഓൺലൈൻ വഴിയൊക്കെ പരിചയപ്പെട്ട് ഇഷ്ടത്തിലാവുന്നവരുടെ ഒരു ശ്രദ്ധയ്ക്ക് പറയുക, നിങ്ങൾ ഈ അയച്ചു കൊടുക്കുന്ന ഫോട്ടോ, ഇല്ലെങ്കിൽ നിങ്ങൾ ഈ അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടി അയച്ചു കൊടുക്കുന്ന ഫോട്ടോയൊക്കെ അവരെന്താ ചെയ്യുന്നതെന്ന്, ഇല്ലെങ്കിൽ അവർ എന്തൊക്കെ ചെയ്യുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറമാണ് നടക്കുന്നത്. തൊട്ടടുത്തുള്ളവരെ പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ഓൺലൈനിലൊക്കെ പരിചയപ്പെട്ട് ഈ അങ്ങ് വേറെ സ്ഥലങ്ങളിലൊക്കെ കിടക്കുന്നവർക്കൊക്കെ ഈ ഫോട്ടോ അയച്ചു കൊടുക്കുമ്പോഴത്തേക്കും ഒന്ന് ആലോചിച്ച് കൊടുക്കണം, ഇത് അവൻ തന്നെയാണോ എന്നെങ്കിലും ഒന്ന് ഉറപ്പ് വരുത്തണം. മാക്സിമം വീട്ടിലുള്ളവർ അറിഞ്ഞ് ഒരാളെ സ്നേഹിക്കുക. ഇപ്പം അറ്റ്ലീസ്റ്റ് അമ്മമാരെങ്കിലും അറിഞ്ഞിരിക്കണം, വേറൊന്നും കൊണ്ടല്ല. നാളെ നിങ്ങളുടെ ഒരു ഫോട്ടോയോ വീഡിയോയോ ഇങ്ങനെ കാണുവാണെങ്കിൽ നിങ്ങൾക്കതൊരു വീട്ടിൽ പറയാൻ ബുദ്ധിമുട്ടായിരിക്കും, ഇല്ലെങ്കിൽ കൂട്ടുകാരോട് ഷെയർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നിങ്ങൾ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പോയി സൂയിസൈഡ് ചെയ്യും, ഇല്ലെങ്കിൽ അതിൻ്റെ അപ്പുറം നിങ്ങളൊന്നും ചെയ്തില്ല. ഇപ്പം നമ്മൾ ഒരുപാട് ന്യൂസ് അങ്ങനെ കാണുന്നുണ്ട്. അപ്പം ആ ഒരു രീതിയിലോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീട്ടുകാർ തമ്മിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അങ്ങനെയുള്ള ഒരു കാര്യത്തിലോട്ട് എത്തിക്കത്തില്ല എന്നാണ് ഒരു വിശ്വാസം. ഇതൊക്കെ കാണുമ്പോൾ ചിലരൊക്കെ വിചാരിക്കും ഈ പെമ്പിള്ളേർ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഫോട്ടോ അയച്ചു കൊടുത്തിട്ടല്ലേ അവരിങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് ചില തോന്നലൊക്കെ വരാം. അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് ഇതും കൂടെ ഒന്ന് കണ്ടു നോക്കുക. ഇതിലെനിക്ക് വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല, കാരണം സ്വന്തം അമ്മയും പെങ്ങളെയൊക്കെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നവന്മാർക്കാണോ ദൈവങ്ങൾ? ഇതിലൊന്നും പെടാത്ത ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഒക്കെ പോസ്റ്റായിട്ട് ഇടുന്ന ഫോട്ടോസ് അത് മോർഫി ചെയ്തും അല്ലെങ്കിൽ അത് വേറൊരു ട്രോളായിട്ടും അതൊരു വൃത്തികെട്ട ട്രോളായിട്ടും ഒക്കെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഇനി കുറച്ച് പോസ്റ്റുകൾ, ഈ പോസ്റ്റുകളൊക്കെ ഒന്ന് നോക്കിയേ, ഈ അക്കൗണ്ടിൻ്റെ ഒക്കെ പേരൊക്കെ ഒന്ന് നോക്കിയേ. സ്വന്തം അമ്മ ഒരു മകൻ്റെ അടുത്ത് പോലും സേഫ് അല്ല എന്ന് ഉള്ള രീതിയിലോട്ടൊക്കെയാണ് ഈ കാര്യങ്ങളൊക്കെ പോകുന്നത്. നിങ്ങളതൊന്ന് കണ്ടു നോക്ക്. നിങ്ങൾ വന്ന് ഇപ്പം വെളിയിലുള്ള മനുഷ്യരെക്കാട്ടിലും പേടിക്കണം വീട്ടിലുള്ളവരെ. എന്തൊരവസ്ഥയാണെന്ന്. ഇതിൽ ആൺപിള്ളേർ മാത്രമല്ല പെൺപിള്ളേരും ഉണ്ട്. പെൺപിള്ളേരുടെ ഒരു 2 വോയിസ് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം, കേട്ടോ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ ഒരു ചേച്ചി, ഒരു കുഞ്ഞുമായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ഇട്ടൊരു ചേച്ചി, ഒറിജിനൽ ID വന്ന ഒരു മെസ്സേജാണ്. അപ്പം എനിക്ക് ആ ID ഞാൻ കാണിക്കുന്നില്ല, എൻ്റെ ഒരു മര്യാദയ്ക്ക് ഞാനത് കാണിക്കുന്നില്ല. ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇത്രയുമല്ല, ഇതിൽ കൂടുതൽ സ്ക്രീൻഷോട്ടും ഇതിൽ കൂടുതൽ വീഡിയോ ഞാൻ എടുത്തതാണ്. പക്ഷെ അതൊന്നും നമ്മൾ ഇടുന്നില്ല, കാരണം ഇടുന്നതിനൊരു ലിമിറ്റില്ല, ഇല്ലേ, കാണിക്കുന്നതിനൊരു ലിമിറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അതൊന്നും ഇടുന്നില്ല. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വന്തം അമ്മേനെ അമ്മയായിട്ടും, ഇല്ലെങ്കിൽ സ്വന്തം മോളെ മോളായിട്ടും, ഇല്ലെങ്കിൽ സ്വന്തം ഭാര്യയായിട്ടും, സ്വന്തം പെങ്ങളായിട്ടും കാണുന്ന ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത്, സൂക്ഷിക്കുക.